ദൈവ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. ക്രിസ്തുവിൽ പ്രിയരും കർത്താവിനാൽ സ്നേഹിക്കപ്പെട്ടവരുമായ വാത്സല്യമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, കർത്തൃദാസന്മാരെ, വീണ്ടും ഒരിക്കൽ കൂടെ ദൈവത്തിൻ്റെ വചനവുമായി നിങ്ങളുടെ ശ്രദ്ധയിൽ കർത്താവിൻ്റെ ദൂത് എത്തിക്കാൻ ഞാൻ ഒരുങ്ങുകയാണ്. ഇന്നലെ വരെയും ദൈവം നമ്മെ നടത്തി, കരുതി, പരിപാലിച്ചു. വിശ്വസ്തനായ ദൈവത്തിൻ്റെ പരിപാലനം നമ്മെ ഒത്തിരി ബലപ്പെടുത്തി. വീണ്ടും ദൈവമായ കർത്താവ് ഇന്നത്തെ ദിവസവും ജയോത്സവത്തോടെ നടത്തേണ്ടതിന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. നിങ്ങളെയും ഓർത്ത് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ആ കൂടെ നിങ്ങൾക്കെല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ വിനീതമായ സ്നേഹവന്ദനമറിയിക്കുന്നു. കർത്താവും രക്ഷിതാവുമായിരിക്കുന്ന സർവശക്തിയുള്ള ദൈവത്തിന് സകല മാനവും മഹത്വവും പുകഴ്ചയും ബഹുമാനവും ആരാധനയും എല്ലാം അർപ്പിച്ചുകൊണ്ട് കർത്താവിൻ്റെ വചനത്തിൽ നിന്ന് ഏറ്റവും ലളിതമായിരിക്കുന്ന ഒരാത്മീക ചിന്ത ദൈവമക്കളുമായിട്ട് പങ്കുവയ്ക്കട്ടെ. സന്തോഷത്തോടെ ദൈവത്തിൻ്റെ വചനം കേൾക്കാൻ തുടങ്ങുന്നവർക്ക് എല്ലാവിധ ഭാവങ്ങളും ദൈവത്തിൻ്റെ പക്ഷത്തു നിന്നുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഗലാത്യ ലേഖനം 1-ാം അധ്യായം 6-ാം വാക്യം ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുകയാണ്. ഗലാത്യ ലേഖനം 1-ാം അധ്യായം 6-ാം വാക്യം: ക്രിസ്തുവിൻ്റെ കൃപയാൽ നിങ്ങളെ വിളിച്ചവനെ വിട്ട് നിങ്ങൾ ഇത്ര വേഗത്തിൽ വേറൊരു സുവിശേഷത്തിലേക്ക് മറിയുന്നത് കൊണ്ട് ഞാൻ ആശ്ചര്യപ്പെടുന്നു. ക്രിസ്തുവിനെ വിട്ട് മറിയുന്നവർ. പൗലോസ് ഗലാത്യ ലേഖനം എഴുതുമ്പോൾ വന്ദനത്തിന് ശേഷം വേഗതയോടെ എഴുതിയിരിക്കുന്ന ഗലാത്യ സഭക്കാരിൽ ചിലർക്ക് സംഭവിച്ച ഒരു വല്ലാത്ത പരാജയം, അശ്രദ്ധയായിരിക്കാം, അതുകൊണ്ട് സംഭവിച്ചൊരു വലിയ വീഴ്ച ഈ വാക്യത്തിനകത്ത് അദ്ദേഹം ഉൾപ്പെടുത്തിയിരിക്കുക. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ദൈവത്തിൻ്റെ കൃപയാൽ നിങ്ങളെ വിളിച്ചവനെ വിട്ട് നിങ്ങൾ ഇത്ര വേഗത്തിൽ വേറൊരു സുവിശേഷത്തിലേക്ക് മറിയുന്നത് കൊണ്ട് ഞാൻ ആശ്ചര്യപ്പെടുന്നു. ഉപദേശ സംബന്ധമായ വിഷയമാണ്, സുവിശേഷ സംബന്ധമായ വിഷയമാണ്. അതുകൊണ്ടാണ് പലതരം സുവിശേഷങ്ങൾ ഈ ലോകത്തിൽ പ്രചരിക്കപ്പെടുന്നുണ്ട് എന്ന് നാം അറിയുകയും മനസ്സിലാക്കുകയും പ്രസംഗിക്കുകയും പാടുകയൊക്കെ ചെയ്യുന്നത്. പലതരത്തിലെ സുവിശേഷം. നാം കേൾക്കുന്ന സുവിശേഷം ഏത് സുവിശേഷമാണ്? ആ സുവിശേഷത്തിൻ്റെ ഉള്ളടക്കം എന്താണ്? ആ സുവിശേഷത്തിൻ്റെ ലക്ഷ്യം എന്താണ്? ആ സുവിശേഷം എന്തിനാണ് നാം സ്വീകരിക്കുന്നത് എന്നതെല്ലാം വളരെ ആവലോടെ അറിയേണ്ട ഉത്തരവാദിത്വം ഓരോ ഭക്തനുമുള്ളതാണെന്ന് ഈ വാക്യത്തിൻ്റെ പുറത്ത് നിന്ന് ഞാൻ നിങ്ങളെ ഓർപ്പിച്ചിട്ട്, ഈ വാക്യം ഒരു സുവിശേഷ വേദിയിൽ, ഒരു ഉപദേശ പഠന ക്ലാസ്സിൽ ബോധ്യമാക്കേണ്ടതാണ്. പക്ഷെ ഇന്നത്തെ രാവിലെ തോറുമുള്ള നമ്മുടെ അല്പസമയത്തെ ധ്യാന ചിന്തയിൽ, അഥവാ അന്നന്നത്തേക്കുള്ള ദൈവത്തിൻ്റെ സന്ദേശത്തിൽ ഈ വാക്യം ഇന്ന് വായിക്കാനുണ്ടായ പ്രേരണ, ഈ വാചകം മുഴുവൻ എടുത്ത് സുവിശേഷം എന്താണ് എന്നത് പ്രചരിപ്പിക്കാനോ പറയാനോ അല്ല, പിന്നെയോ 1-2 വാക്കുകൾ മാത്രം അതിൽ നിന്നെടുത്ത് നാം നമ്മുടെ നിലനിൽപ്പിനെയും നമ്മുടെ നാളുകളെയും സുരക്ഷിതമാക്കാൻ വേണ്ടി പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ തന്ന ഒരാത്മപ്രേരണ നിങ്ങളെ ബോധിപ്പിക്കാൻ വേണ്ടി മാത്രമാണ്. അതിന് ഈ വാക്യത്തിൽ നിന്ന് അടർത്തിയെടുക്കാൻ ആഗ്രഹിക്കുന്ന 1-2 വാക്കുകൾ. ഒന്ന്, വിളിച്ചവനെ വിടുക എന്ന ആ വാക്ക്. പലരും ഈ ആത്മീക ജീവിതത്തെ ഗൗരവത്തോടല്ല കാണുന്നത്. ഇതിങ്ങനെ 2 കൈയും വിട്ട് സർക്കസ് പോലെ വെറുതെ ലാഘവത്തോടെ നിൽക്കുന്ന ഒന്നാണെന്നും പറഞ്ഞുകൊണ്ടാണ് നമ്മൾ വിചാരിച്ചിരിക്കുന്നത്. സൈക്കിൾ ചവിട്ട് പഠിച്ച കാലത്ത് അന്ന് ഒരു ഹരമായിരുന്നു ഹാൻഡിലിൽ നിന്ന് കൈവിട്ടിട്ട് കുറേ ദൂരം ഇങ്ങനെ കൈവിട്ട് സൈക്കിൾ ചവിട്ടാന്നുള്ളത്. സൈക്കിൾ ചവിട്ടിയിട്ടുള്ള എല്ലാവർക്കും അറിയാം, അതൊരു ഹരമാണ്. ഈ സൈക്കിൾ ചവിട്ട് പഠിക്കാൻ തുടങ്ങുന്ന സമയത്ത് എങ്ങനെയെങ്കിലും വീഴാതെ, ഇത് ഒരു 2 മീറ്ററെങ്കിലും താഴെ വീഴാതെ ചവിട്ടുമ്പോൾ ഉണ്ടാകുന്ന ആഹ്ലാദം ഭയങ്കരമാണ്. എന്നാൽ ചവിട്ടാൻ തുടങ്ങി ഒരല്പ സമയം കഴിയുമ്പോൾ ഒരാവേശം ഉണ്ടാകുകയാണ്. ഹാൻഡിലിൽ നിന്ന് കൈവിട്ട് സൈക്കിൾ ചവിട്ടണം. ഇത് വലിയ ഹരമാണ്. ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ പലരും വീണിട്ടും ഉണ്ടാവും. ഒരു കാര്യം ഓർത്ത് കൊള്ളണം, സൈക്കിളിൻ്റെ ഹാൻഡിലിൽ നിന്ന് കൈവിട്ട് ഒരുപാട് നാളൊന്നും ചവിട്ടാൻ പറ്റില്ല. ഒത്തിരി ദൂരമൊന്നും പോകാനും പറ്റിയില്ല. ഒരു തമാശന്, ഒരു ത്രില്ലിന് ചിലപ്പോൾ ഒന്ന് കൈവിട്ട് ചില നേരത്തേക്ക് ആരെങ്കിലുമൊക്കെ കാണിക്കാൻ വേണ്ടി, ഞാനും കേമനാന്ന് കാണിക്കാൻ വേണ്ടി ഒരല്പനേരത്തേക്ക് കൈവിട്ടൊക്കെ പോകാൻ പറ്റിയേക്കാം. പക്ഷേ ഈ ലോകത്തിൽ വളവും തിരിവും കയറ്റവും ഇറക്കമൊക്കെ ഉള്ളതുകൊണ്ട്, കുന്നും മലയൊക്കെ ഉള്ളതുകൊണ്ട് കൈവിട്ട് ജീവിതകാലം മുഴുവൻ സൈക്കിളെ ഓട്ടാന്ന് ആരും വിചാരിക്കരുത്. അപകടമാണ്, അനർത്ഥമാണ്,
ഇത് ഗുണമല്ലാതെയാവും. സൈക്കിൾ മേടിച്ചതുകൊണ്ടേ ഗുണമില്ലാതെയാവും. ഇപ്പോൾ മുറുകെ പിടിക്കുക എന്ന ആ വാക്ക് വേദപുസ്തകത്തിൻ്റെ ഒരു പ്രത്യേക പ്രയോഗമാണ്. കൈവിട്ടുള്ളൊരു കളിയല്ല ആത്മീക ജീവിതം. പിന്നെയോ കർത്താവിൽ നിന്ന് വിടാതെ ഒരു മുറുകെപ്പിടുത്തമാണ്. ബൈബിളിൽ അനേക വാക്കുകളുണ്ട്. പിടിക്കുക, മുറുകെ പിടിക്കുക എന്ന വാക്ക്. ഈ വാക്യത്തിനകത്ത് യേശു നമ്മളെ വിട്ടു എന്നല്ല, നാം യേശുവിനെ വിട്ടു എന്നെഴുതിയിരിക്കുന്നത്. അതിനർത്ഥം എപ്പോഴും നാം കർത്താവിനെ മുറുകെ പിടിച്ചോളണം. എപ്പോഴും കർത്താവിനെ മുറുകെ പിടിച്ചോളണം. നമുക്കെന്താ പറ്റുന്നതെന്ന് അറിയാമോ? നമുക്കെല്ലാം അറിയാം. നാം തന്നെ നിന്നോളാം. ഇപ്പോൾ 10-20 കൊല്ലമായില്ലേ, കുറച്ച് നാളായില്ലേ, എനിക്കിതൊക്കെ അറിയാം. ഇനിയിപ്പോൾ പിടിക്കാതെയാണെങ്കിലും നിൽക്കാം. ആദ്യ കാലത്തൊക്കെ പിടിച്ചു, ഇനി പിടിക്കാതെയാണെങ്കിലും നിൽക്കാം എന്നൊരു തോന്നൽ നമ്മുടെ അകത്ത് വരും. അത് അപകടമാണ്. മരണം വരെയും പിടിച്ചു നിൽക്കേണ്ട ഒരു ജീവിതമാണ് ആത്മീക ജീവിതം. ആരെ പിടിക്കണം? ഞാനത് പച്ചയ്ക്ക് പറയാം കേട്ടോ. അതിൻ്റെ ആ വാക്ക് പിടിച്ചു നിൽക്കുക എന്ന് പറയുമ്പോൾ എവിടെ പിടിക്കണം, ആരെ പിടിക്കണം, ആരുടെ കയ്യെ പിടിക്കണം? സഹയാത്രികരെയോ, ഉപദേശിച്ചവരെയോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വസ്തുവിനെയോ? ഇവിടെ ഒന്നും പിടിച്ചാൽ നമുക്ക് നിലനിൽപ്പില്ല. ഈ ജീവിതം വിജയിക്കണമെങ്കിൽ എല്ലാവരോടും പറയുക, നമ്മുടെ ജീവിതം അത് കുടുംബമാട്ടെ, വിദ്യാഭ്യാസമാട്ടെ, സാമ്പത്തികമാട്ടെ, ബിസിനസ്സാട്ടെ, എന്തും ആകട്ടെ, അങ്ങകലെ നിത്യത വരെയുള്ള കാര്യങ്ങൾ, ഇത് വിജയിക്കണമെങ്കിൽ നാം പിടിച്ചു നിന്നേ പറ്റൂ. ആരെ പിടിക്കണം? വീണ്ടെടുപ്പുകാരനെ, വിളിച്ചവനെ, രക്ഷകനെ തന്നെ പിടിച്ചേ പറ്റൂ. പിടിച്ച് ഉറച്ച് നിൽക്കാത്ത പക്ഷം എന്താണ് സംഭവിക്കുക എന്ന വലിയ സത്യം നമ്മൾ ഈ വാക്യത്തിൽ നിന്ന് അറിയണം. പിടിച്ചു നിൽക്കാത്തവരെല്ലാം വീണു എന്നല്ല അവിടെ എഴുതിയിരിക്കുന്നത്. പിന്നെ എഴുതിയിരിക്കുന്നത് മറിഞ്ഞു എന്ന, മറിഞ്ഞുപോയി, വേറൊരു സുവിശേഷത്തിലേക്ക് മറിയുന്നത് കൊണ്ട്. അപ്പം ഞാൻ ഈ വാക്യത്തെ ക്രോഡീകരിച്ച് ഇങ്ങനെ പറയട്ടെ, പിടിച്ചു നിന്നില്ലെങ്കിൽ മറിയാൻ ഒത്തിരി സാധ്യതയുള്ള ഒന്നാണ് ആത്മീക ജീവിതം. എത്രയോ പേര് മറിഞ്ഞുപോയി, എത്രയോ പേര് മറിഞ്ഞ് പുറകോട്ട് മറിഞ്ഞ് കഴുത്തൊടിഞ്ഞതുപോലെ ആയിപ്പോയി. മറിഞ്ഞാൽ വീഴൽ വേറെ, മറിയൽ വേറെ. മറിഞ്ഞു പോകാതിരിക്കാൻ ഇവിടെ നമ്മൾ പിടിച്ചു നിന്നേ പറ്റൂ. എല്ലാവരും ദൈവസന്നിധിയിൽ ഓർത്തോളണം, ഗ്രഹിച്ചോളണം, പഠിച്ചോളണം. നാം പിടിച്ചു നിന്നെങ്കിലേ നമുക്കിവിടെ വിജയിക്കാൻ പറ്റുള്ളൂ. ഒരിക്കൽ പോലും നമ്മെ രക്ഷിച്ച കർത്താവിൻ്റെ കയ്യിൽ നിന്നുള്ള പിടിവിട്ടാൽ നമുക്കിവിടെ ഉറച്ചു നിൽക്കാൻ പറ്റില്ല, നമുക്കിവിടെ ജയിക്കാൻ പറ്റില്ല. മറിയും, മറിഞ്ഞു വീഴും, തകർന്നു പോകും, അത് ഉറപ്പാണ്. മറ്റെന്തിലേക്കോ നാം മറിഞ്ഞു വീഴുകയാണ്. അതിനകത്തുനിന്ന് ചിലപ്പോൾ രക്ഷപ്പെടാൻ പറ്റിയെന്നിരിക്കില്ല. നാം മറിഞ്ഞാൽ വീഴുന്നത് എങ്ങോട്ടാണെന്ന് നമുക്ക് ഊഹിക്കാൻ പോലും പറ്റില്ല. താഴെ നാം വീഴുമ്പോൾ നമ്മെ കാത്തിരിക്കുന്നത് ചിലപ്പോൾ ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റാത്ത, ഒരിക്കലും കരകയറി പോരാൻ പറ്റാത്ത ഏതോ അഗാധമായിരിക്കുന്ന, അന്ധത നിമിഡമായിരിക്കുന്ന എന്തോ വലിയ വിഷയത്തിലേക്കായിരിക്കാം. അവിടെ നിന്ന് പിന്നെ ഒരിക്കലും നമ്മുടെ കരകയറ്റാൻ ആരും ചിലപ്പോൾ ഉണ്ടായിരുന്നിരിക്കില്ല. അതുകൊണ്ട് ഇന്ന് കർത്താവിൻ്റെ ആത്മാവ് നമ്മെ ഓർപ്പിക്കുന്നത്, സ്വർഗം കൈ നീട്ടിത്തരികയാണ്. നിനക്ക് ഈ ലോകത്തിൽ ആരുമില്ലെങ്കിലും നിനക്ക് ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? നിലനിൽക്കണമെന്ന് ആഗ്രഹമുണ്ടോ? വീഴാതെ ഈ സമൂഹത്തിൻ്റെ മധ്യത്തിൽ പിടിച്ചു നിൽക്കണമെന്ന് ആഗ്രഹമുണ്ടോ? ആരും അതിന് സഹായിച്ചില്ലെങ്കിലും ഒരേ ഒരുവൻ ഈ ലോകത്തിൽ 10,000 ആളുകളെ പിടിച്ചു നിർത്തുന്ന ഒരു ദൈവമുണ്ട്. അത് കർത്താവായ യേശുവാണ്. ആ കർത്താവ് ഇന്ന് ചിലരോട് പറയുന്നു, ആ കരം നീട്ടിത്തന്നിട്ട് പറയുന്നു, ഒരു കൊച്ചു കുഞ്ഞിനോട് റോഡ് ക്രോസ് ചെയ്യുന്ന സമയത്ത് ഒരു ഡാഡി തൻ്റെ മോനോട് പറയുന്നത് പോലെ കൈ നീട്ടിയിട്ട് ആ കുഞ്ഞ് ആ കയ്യെ ബലത്തോടെ പിടിക്കുന്നത് പോലെ അപ്പൻ കൈ നീട്ടിയിട്ട് പറയുന്നു, മോൻ അക്കരെ എത്തുവോളം, നീ വിജയിക്കുവോളം, നീ എത്തേണ്ട സ്ഥാനത്തെത്തുവോളം എൻ്റെ കയ്യിൽ നിന്ന് വിടണ്ട. നീ മറിയാതിരിക്കട്ടെ. നീ മറിഞ്ഞു പോയത് കാണാൻ, നീ വീണത് കാണാൻ, നീ മറിഞ്ഞു കിടക്കുന്നത് കാണാൻ
ഒത്തിരി പേര് കാത്തു നിൽക്കുമ്പോൾ ഒരുവൻ മാത്രം നിനക്ക് കരം നീട്ടി തന്നിട്ട് പറയുക, ഈ കോളിളക്കങ്ങളുള്ള തിരമാലകളുള്ള ഈ ഇളക്കമുള്ള ലോകത്ത് ആടി ഉലയുന്ന വിഷയങ്ങളുടെ നടുവിൽ മോനെൻ്റെ കയ്യെ പിടിച്ചു, മോളെൻ്റെ കയ്യെ പിടിച്ചു, നീ വീഴില്ല. നിനക്ക് രോഗമോ പ്രയാസമോ എന്തും നേരിടട്ടെ, ഇപ്പോഴത്തെ അവസ്ഥ എന്തുമാകട്ടെ, കർത്താവിൻ്റെ കയ്യെന്ന് വിടരുത്. ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ മുതിർന്നു വളർന്നു ഞാൻ ഏതാണ്ടുമായി എന്നൊരു ചിന്ത നിങ്ങൾക്ക് വന്നാൽ നിങ്ങൾക്ക് അക്കരെ നാട്ടിലെത്താൻ പറ്റില്ല, ജീവിതം വിജയിപ്പിക്കാൻ പറ്റില്ല. നിങ്ങൾ യേശുവിനെ വിടരുത്, ആ കയ്യെന്ന് വിടരുത്. പറ്റുമെങ്കിൽ ഇന്ന് കരഞ്ഞുകൊണ്ട് പറയണം, ഞാൻ അങ്ങേ വിടിയേല, ആ കയ്യെന്ന് വിടിയേല. ഈ വാക്യത്തിൽ കർത്താവ് നമ്മയല്ല, നാം കർത്താവിനെയാണ് പിടിച്ചിരിക്കുന്നത്. കർത്താവിനെ നാമാണ് വിടുന്നത്. വിടരുത്, അന്ത്യത്തോളം വിടരുത്. നീ ജയിക്കാറായി, നീ എത്തേണ്ടിടത്ത് എത്താറായി, നീ ഉയരാറായി. നിനക്ക് നിരാശ തോന്നുന്ന എന്തൊക്കെയോ വിഷയങ്ങൾ ഈ ദിവസങ്ങൾ വരുന്നുണ്ടെങ്കിൽ നീ ദൈവത്തോട് പറയണം, കർത്താവിനോട് പറയണം, ഇല്ലപ്പാ ഞാൻ വിടില്ല, ഞാൻ വിടില്ല. കർത്താവിനെ വിടാതിരുന്നാൽ നീ മറിയില്ല. ഈ ലോകത്തിൽ കാറ്റും കോളും തിരമാലയും എന്തും വരട്ടെ, ഇല്ല, മറിയില്ല, മറിയില്ല. മറിയാതെ നിൽക്കാൻ, അക്കരയെത്തുവോളം നമുക്ക് തലയെടുപ്പോടെ നിൽക്കാൻ ഈ അരിമനാഥൻ്റെ കയ്യെന്ന് വിടാതെ നമുക്ക് മുന്നോട്ട് യാത്ര ചെയ്യാം. പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഇത്ര ഉത്തരവാദിത്വമുള്ള, ഇത്ര ശ്രദ്ധേയമായ, അപ്പോൾ തന്നെ ഇത്ര സുരക്ഷിതത്വമുള്ള, ഇത്ര ഊഷ്മളമായ മറ്റൊരു ജീവിതം വേറെയില്ല. ഇതൊരു മതചടങ്ങിൻ്റെ ഭാഗമല്ലല്ലോ, ഇതൊരു കുടുംബ ചരിത്രം പോലെയാണല്ലോ അപ്പാ. സ്വർഗത്തിലെ അപ്പൻ, ഞങ്ങളുടെ കർത്താവ് കരം നീട്ടി തന്നിട്ട് ഞാൻ ജയിക്കുവോളം, ഞാൻ എത്തേണ്ടിടത്തെത്തുവോളം എന്നോട് മുറുകെ പിടിച്ചോളാൻ പറയുന്ന ഇത്ര നല്ല ദൈവം അപ്പാ, ഞങ്ങളാരും മറിഞ്ഞു പോകല്ലേ. അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. ഒരു വഞ്ചനയിലും ചതിയിലും അകപ്പെടാതെ, ഒരു വിഷയത്തിൽ ഞങ്ങൾ മറിയാതെ കർത്താവിൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചു നിൽപ്പാനുള്ള കൃപ ഞങ്ങളെല്ലാവരും ചോദിക്കുന്നു. ഇത് കേൾക്കുന്നവർക്കെല്ലാം ഇത് അനുഗ്രഹമാകട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണമേ സ്വർഗീയ പിതാവേ. ആമേൻ.